ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും യാത്രക്കിടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പാസ്റ്റർമാർക്ക് കിളയ്ക്കാൻ പൊക്കൂടെ? ഇത് ഈ സമീപകാലത്തുണ്ടായ ഒരു ട്രോളിലെ വാചകമാണ്. ട്രോളിലെ വാചകം മാത്രമല്ല, ദീർഘനാളുകളായിട്ട് വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഈ വാചകം പലരും പലപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ, പാസ്റ്റേഴ്സിന് ഒരു തൊഴിലുമില്ല, അവര് ജോലി ചെയ്യുന്നില്ല, ജോലി ചെയ്യാതെ ജീവിക്കുകയാണ് എന്നൊക്കെയുള്ള പൊതുധാരണ സമൂഹത്തിൽ വല്ലാതെ പരന്നിട്ടുണ്ട്. പൊതുലോകം അങ്ങനെ പറയുന്നതിനകത്ത് നമുക്ക് അവരെ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്നതിലോ അർത്ഥമില്ല. എന്നാൽ വിശ്വാസി സമൂഹം പാസ്റ്റേഴ്സിനോടുള്ള ഈ മനോഭാവത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് വിശ്വാസികൾ അങ്ങനെ പാസ്റ്റേഴ്സിനെ കുറ്റപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ജോലി ചെയ്യാതെ ജീവിക്കുന്നവരാണെന്നുള്ള ഒരു ധാരണ എങ്ങനെയാണ് വിശ്വാസികളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടത്? അപകടകരമായ ഒരു ചിന്തയാണ് ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ സംസാരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ടായ പാസ്റ്റർ ടി.ജെ. ശാമുവേലിന്റെ ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ സമീപകാലത്ത് ട്രോളായിട്ട് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ആ ട്രോളിനോടനുബന്ധമായി പലരും വലിയ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തു. എൻ്റെ സ്നേഹിതനായ ക്രൈസ്തവ ചിന്തയുടെ പത്രാധിപർ റസൽ, i2i ന്യൂസിലെ സുനിൽ തുടങ്ങി പലരും ടി.ജെ. ശാമുവേൽ ദശാംശവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുത്ത് ആ വിഷ്വൽ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിരൂക്ഷമായ ഭാഷയിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ചൊക്കെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങൾക്കകത്തും ഈ പാസ്റ്റർമാർക്ക് കളയ്ക്കാൻ പൊക്കൂടെ, അല്ലെ ജോലി ചെയ്തൂടെ, എന്തിനാണ് മറ്റുള്ളവരുടെ പണം വാങ്ങി ജീവിക്കുന്നത് എന്നുള്ള വളരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. ഇതൊക്കെ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് പ്രധാനമായിട്ടും പുറത്തുള്ളവരെക്കാൾ കൂടുതൽ അകത്തുള്ളവരാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം വ്യാപകമായി പ്രചരിക്കുകയും ചെയ്ത സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു സന്ദേശം അയച്ചു. സാറ് അത്യാവശ്യമായും ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കുന്നത് നല്ലതായിരിക്കും എന്നായിരുന്നു എൻ്റെ നിർദ്ദേശം. അതിന് അദ്ദേഹം എനിക്ക് തന്ന മറുപടി ഇപ്രകാരമാണ്: ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗം യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കത് കാണാം. അതിനെക്കുറിച്ച് ഞാനൊരു പ്രസ്താവന ഇറക്കുന്നത് കൊണ്ട് അതെല്ലാവരിലേക്കും എത്തണമെന്നൊന്നുമില്ല. അപ്പൊ താല്പര്യമുള്ളവർ ആ പ്രസംഗം പൂർണ്ണമായിട്ട് കാണട്ടെ, വിമർശിക്കുന്നതിൽ എനിക്ക് പരാതികളില്ല എന്ന് അദ്ദേഹം പറയുവാനിടയായിട്ടു. അദ്ദേഹം അത് പറഞ്ഞപ്പോഴാണ് ആ പ്രസംഗം പൂർണ്ണമായിട്ടൊന്ന് കാണണമല്ലോ എന്ന് എനിക്കും ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ആ പ്രസംഗം തപ്പിയെടുത്ത് കണ്ടു. ഇത്തവണത്തെ AG കൺവെൻഷനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ഏകദേശം 2 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രസംഗം. ഉച്ച കഴിഞ്ഞ് നടന്ന ഒരു സമ്മേളനത്തിൽ പാസ്റ്റേഴ്സിനോട് അദ്ദേഹം വിശദമായി സംസാരിക്കും. ആ പ്രസംഗത്തിന്റെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ദശാംശം എന്നുള്ള വിഷയമാണ്. എന്നാൽ ആ വിഷയത്തിലേക്ക് എത്തുന്നത്, ആ പ്രസംഗത്തിന് 2 ഭാഗമുണ്ട്. അതിന്റെ ഒന്നാം ഭാഗം ശുശ്രൂഷകന്മാരെ കുറിച്ചുള്ള പരാതികളും അല്ലെ ശുശ്രൂഷകന്മാരോടുള്ള ചില നിർദ്ദേശങ്ങളും ഒക്കെയാണ്. 2ാം ഭാഗത്താണ് ദശാംശത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ സൂക്ഷ്മമായി ആ പ്രസംഗം കേട്ടപ്പോൾ എല്ലാ പെന്തക്കോസ്ത് വിശ്വാസികളും അത്യാവശ്യമായും കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗമാണ് ഇത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകുകയും അതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും 2-3 തവണ ആ പ്രസംഗം കേൾക്കുകയും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുവാനും ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, 2 ഭാഗമായിട്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം നടത്തുന്നത്. ആ 1ാം ഭാഗത്തിൽ അദ്ദേഹം 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം പ്രവേശിക്കും. 1ാമത്തെ കാര്യം, 25 വർഷമായി കേരളത്തിലെ പെന്തക്കോസ്ത് വിശ്വാസികൾ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ പ്രാർത്ഥന നമ്മൾ നടത്തി. ദൈവം ആ പ്രാർത്ഥന കേട്ട് ഉണർവ് അയക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ആ ഉണർവ് കാണുന്നുണ്ട്. കേരളത്തിലും ഉണർവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ മുഖ്യധാരാ സഭകളായ AG, IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൻ, ഈ സഭകളിലൊന്നും ഒരു ഉണർവുമില്ല. എൻ്റെ വാക്കുകളല്ല, പാസ്റ്റർ ടി.ജെ. ശാമുവേൽ പറഞ്ഞതാണ്. നമുക്ക് ഈ ഉണർവൊന്നും വേണ്ടാത്തത് കൊണ്ട് ദൈവം ന്യൂ ജനറേഷൻ സഭകളെ എഴുന്നേൽപ്പിച്ചു. ഒരു മുഖ്യധാരാ സഭയുടെ ലീഡറായിരിക്കുന്ന പാസ്റ്റർ ടി.ജെ. ശാമുവേൽ കേരളത്തിലെ ന്യൂ ജനറേഷൻ സഭകളെ
അംഗീകരിക്കുന്ന ഒരു വാചകമാണ് ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുവാനാണ് ഞാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ന്യൂ ജനറേഷൻ സഭകൾ ദൈവം അയച്ചതാണ്. ഇവിടുത്തെ പെന്തക്കോസ്ത് ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകൾക്ക് പാളിച്ചകൾ ഉണ്ടായപ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ച സഭകളാണ് ന്യൂ ജനറേഷൻ സഭകൾ. അവർക്ക് തെറ്റുകളില്ലെന്നോ കുറ്റങ്ങളില്ലെന്നോ അല്ല. എന്നാൽ പെന്തക്കോസ്ത് സഭകൾ അവരുടെ ലക്ഷ്യബോധത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ, പുറകോട്ട് പോയപ്പോൾ ദൈവം തന്റെ പ്രവൃത്തിക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ചു. പിന്നീട് അദ്ദേഹം തുടരുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരു ലോക്കൽ സഭയായിട്ട് അംഗീകാരം ലഭിക്കണമെങ്കിൽ 20, കുറഞ്ഞ പക്ഷം 20 സ്നാനപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അംഗീകാരം ലഭിച്ച പല സഭകളിലും 10-15 പേരേ ഉള്ളൂ എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പാസ്റ്റർമാര് സ്ഥലം മാറ്റ സമയത്ത് കൂടുതൽ വരുമാനമുള്ള സഭകൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ട് ചെല്ലാറുണ്ട്. എല്ലാവരുമല്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നവരോട് അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ എത്ര ആത്മാക്കളെ നേടി? അങ്ങനെ ആത്മാക്കളെ വല്ലതും നേടിയിട്ടുണ്ടോ? നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു? നിങ്ങൾ ഒരു പള്ളിയെങ്കിലും പണിതിട്ടുണ്ടോ? ഒരു ഫെയ്ത്ത് ഹോം പണിതിട്ടുണ്ടോ? പള്ളിയും ഫെയ്ത്ത് ഹോമും ഉള്ള ഒരു സഭ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, അങ്ങനെ ഒരു പള്ളിയും ഫെയ്ത്ത് ഹോമും എങ്കിലും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പ്രവർത്തന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാൻ എന്താണ് അവകാശമുള്ളത്? വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പാസ്റ്റേഴ്സിനെ വിമർശിക്കുന്നു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ പ്രശ്നമാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിൽ കൺവെൻഷൻ പ്രസംഗകർ പുതുതായി ഉണ്ടാകുന്നില്ല, പ്രവാചകന്മാരും ഉണ്ടാകുന്നില്ല. നമുക്കെന്താ കൃപാവരമുള്ളവരൊന്നും വേണ്ടേ? കൃപാവരം വേണ്ടേ എന്ന് അദ്ദേഹം തുറന്നു ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം അതിനോട് അനുബന്ധമായി പറയുന്നുണ്ട്, പ്രസംഗകരെ വളർത്തുന്നില്ല, ലീഡേഴ്സ് വളർത്തുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. എന്നാൽ പ്രസംഗകരെ എങ്ങനെയാണ് വളർത്തുവാൻ സാധിക്കുക? നമുക്ക് പ്രസംഗം ഉണ്ടാക്കി അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുവാൻ സാധിക്കത്തില്ലല്ലോ. കഷ്ടപ്പെട്ട് പഠിച്ച് പ്രസംഗിച്ച് തന്നെ വളർന്നു വന്നെങ്കിലേ പ്രസംഗകരുണ്ടാകത്തുള്ളൂ. അതിന് ശരിയായ അധ്വാനം ആവശ്യമുണ്ട്, പഠനം ആവശ്യമുണ്ട്, പരിശ്രമം ആവശ്യമുണ്ട്. അങ്ങനെ പരിശ്രമിക്കുന്നവർ പരസ്യങ്ങളിൽ പ്രസംഗിച്ചാൽ ആ പ്രസംഗം ഇഷ്ടപ്പെടുന്നവർ അവരെ വീണ്ടും എന്ത് ചെയ്യും? വിളിക്കും. അങ്ങനെയാണ് എല്ലാവരും പ്രസംഗകരായി മാറിയത്. ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിലെ കൺവെൻഷനുകളിൽ ഒന്നും അസംബ്ലീസ് ഓഫ് ഗോഡുകാരായ പ്രസംഗകരുടെ ഫോട്ടോയോ പേരോ ഒന്നും കാണാറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നാലാമതൊരു പ്രധാന കാര്യത്തിലേക്ക് അദ്ദേഹം പാസ്റ്റേഴ്സിന്റെ ശ്രദ്ധയെ തിരിച്ചു. അതായത് പല സഭകളും അവിടുത്തെ കമ്മിറ്റിയാലാണ് ഭരിക്കപ്പെടുന്നത്. ഈ കമ്മിറ്റിയുടെ അടിമയായിട്ടാണ് പല പാസ്റ്റേഴ്സും പ്രവർത്തിക്കേണ്ടി വരുന്നത്. സഭയ്ക്ക് പുറത്തുള്ള ഒരു വീട്ടിൽ സന്ദർശനം നടത്താൻ പോലും അനുവദിക്കാത്ത ചില കമ്മിറ്റികളുണ്ട്. ചില കമ്മിറ്റികൾ പാസ്റ്റേഴ്സ് എല്ലാ ആഴ്ചയും കമ്മിറ്റിക്ക് താൻ എന്തൊക്കെ ചെയ്തു എന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വളരെ ശക്തമായി പറയുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിലെ സഭയെ ഭരിക്കേണ്ടത് കമ്മിറ്റി അല്ല, ശുശ്രൂഷകനാണ് ആ ചുമതലയുള്ളത്. അഞ്ചാമത് പാസ്റ്റേഴ്സിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ച ഒരു കാര്യമാണ്, പാസ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ തയ്യാറാകുന്നില്ല. പഠിക്കുന്ന കാര്യത്തിൽ വളരെ പുറകിലാണ് പാസ്റ്റേഴ്സ്. പാസ്റ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കുവാനായിട്ട് അദ്ദേഹം വളരെ വലിയ പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ പാസ്റ്റേഴ്സ് ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തിയിട്ട് ഈ 1000-ലധികം പാസ്റ്റേഴ്സ് ഉള്ള മലബാർ ഡിസ്ട്രിക്റ്റിൽ 70 പേരാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയത്. അതിൽ പ്രസ്ബിറ്റർമാരുടെ എണ്ണം വിരലിലെണ്ണാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. വിദേശത്തുള്ള സഭകൾ, പ്രത്യേകിച്ച് ഗൾഫിലുള്ള സഭകൾ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്റർമാരെ അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാനായിട്ട് പാസ്റ്റേഴ്സ് ഇല്ല. കാരണം പഠിച്ചവരും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരും പ്രാപ്തരും ഒക്കെ ആയിട്ടുള്ളവരെ മാത്രമേ ഗൾഫിലെ സഭകൾക്ക് മതി. അതുകൊണ്ട് സഭയിൽ കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തന്മാരായ പാസ്റ്റേഴ്സ് ഇല്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒന്നാം ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ദശാംശത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയട്ടെ. ഞാൻ ദശാംശത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഇതൊരു പഴയ നിയമ ഉപദേശമാണെന്നും പഴയ നിയമ ഉപദേശമായ ഇത് പുതിയ നിയമത്തിൽ പ്രായോഗികമല്ല എന്നുമാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. മാത്രവുമല്ല, പുതിയ നിയമത്തിൽ ഈ ദശാംശത്തെക്കാൾ ഉപരി നാം തന്നെ ദൈവത്തിന്റെ വകയാണെന്നും ദൈവം നമുക്ക് തന്നതെല്ലാം ദൈവത്തിന്റെ വകയാണെന്നും നമ്മൾ അതിന്റെ കാര്യവിചാരകർ മാത്രമാണെന്നും
അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു 10-1 കൊടുക്കുക എന്നുള്ള സങ്കല്പത്തിനപ്പുറം നമ്മുടെ കയ്യിൽ ഉള്ളത് മുഴുവൻ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നും ഒരു ചിന്തയാണ്, ധാരണയാണ്, പഠനമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ പാലിച്ചു വരുന്നതും അങ്ങനെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം സൂക്ഷ്മമായി ഞാൻ കേട്ടപ്പോൾ ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമ കാലഘട്ടത്തിന് വേണ്ടി മാത്രമുള്ളതോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഭാഗമായി മാത്രമുള്ളതല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. സുദീർഘമായ പ്രസംഗമാണ്, അതിന്റെ എല്ലാ ഭാഗങ്ങളും പറയുവാൻ സാധിക്കത്തില്ല. നിങ്ങൾ താല്പര്യമുള്ളവർക്ക് കേൾക്കത്തക്ക നിലയിൽ ഇതിന്റെ ഓഡിയോ മറ്റൊരു പോസ്റ്റായിട്ട് ഈ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമായതുകൊണ്ടും എടുത്തു പറയേണ്ടതുകൊണ്ടും ഞാൻ ആ പോയിന്റുകളിലേക്ക് വരികയാണ്. പല ശുശ്രൂഷകന്മാരും ഇന്ന് വളരെ അപമാനകരമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. ഞങ്ങൾ നൽകുന്നത് തിന്ന് ജീവിക്കുന്നവരാണ് നിങ്ങൾ എന്നൊരു മനോഭാവം പല വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാരെ കുറിച്ചുണ്ട്. പലരും അത് തുറന്നു പറയാറുമുണ്ട്. ഇത് കേൾക്കേണ്ടി വരുന്ന പാസ്റ്റേഴ്സിനും അവരുടെ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന അപമാനവും വേദനയും വലിയ തീവ്രമായിട്ടുള്ള ഒരു ട്രോമയിലേക്കാണ് അവരെ നയിക്കുന്നത്. ടി.ജെ. ശാമുവേൽ ഇത് പറയുമ്പോൾ ഒരു പാസ്റ്റർ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് ആ പൂർണ്ണ അർത്ഥത്തിൽ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമായി കേൾക്കുക. രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു AG സഭ നടത്തുന്ന കൺവെൻഷനിലേക്ക് തന്നെ ക്ഷണിച്ചു. അതിൽ പല പ്രസംഗകരുണ്ട്, ആ കൂട്ടത്തിൽ താനും ഒരു പ്രസംഗകനാണ്. ആ ലിസ്റ്റിലുള്ള മറ്റൊരു പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രമുഖനായ ഒരു പ്രസംഗകന്റെ ഒരു വീഡിയോ ക്ലിപ്പ് താൻ കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നത് ദശാംശം എന്ന് പറയുന്നത് പാസ്റ്റർമാര്, അത് പുതിയ നിയമ ഉപദേശമല്ല, പാസ്റ്റർമാര് വെറുതെ മനുഷ്യനെ കളിപ്പിച്ച് പണം പിടുങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ ഈ കൂട്ടത്തിലുണ്ട്. ടി.ജെ. ശാമുവേൽ ആ സഭയിലെ തന്നെ പ്രസംഗത്തിന് വിളിച്ച ആളുകളെ വിളിച്ചിട്ട് ഈ പ്രസംഗകൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുവാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. ഒരു കാരണവശാലും ആ പ്രസംഗകനെ ഒഴിവാക്കുവാനായിട്ട് ആ സഭക്കാർ തയ്യാറല്ല. സാറ് വരുവോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് സഭയുടെ നിലപാട്. ഒടുവിൽ സാറ് തന്റെ നിലപാട് പറഞ്ഞു, ദൈവവചന വിരുദ്ധമായി പ്രസംഗിക്കുന്ന ആളുകളോടുകൂടെ വേദി പങ്കിടുവാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ പാസ്റ്റർ ടി.ജെ. ശാമുവേലിന്റെ ഈ കർക്കശമായ ഈ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഭയെ നയിക്കുന്ന ലീഡേഴ്സ് ഏത് പ്രസ്ഥാനത്തിലായാലും അവർക്ക് നിലപാടുകൾ ഉണ്ടാകണം. സഭകളിൽ കയറി സ്ത്രീകൾക്കെതിരെ മോശമായി സംസാരിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെ വളരെ അപമാനകരമായ നിലയിൽ പ്രസംഗിക്കുന്ന ദുരുപദേശങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗകർ പ്രസംഗിക്കുന്ന വേദികളിൽ ഒരു ദിവസം അവർ പ്രസംഗിക്കും, അടുത്ത ദിവസം സഭയുടെ ഒരു ലീഡർ വന്ന് പ്രസംഗിക്കും. ഇതിൽ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്ന പ്രസംഗങ്ങളുണ്ട്. ഇതിൽ ജനങ്ങൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പാസ്റ്റേഴ്സ്, സഭാ ലീഡേഴ്സ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടി.ജെ. ശാമുവേൽ തന്റെ നിലപാടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചു. ആ മീറ്റിങ്ങിൽ അദ്ദേഹം പോയില്ല എന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ഇനി അദ്ദേഹം പാസ്റ്റർമാരോട് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കും. ഒരു പാസ്റ്റർ സഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന 1 മണിക്കൂർ അത്രയും ജോലിയല്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് പല വിശ്വാസികളുടെയും ചിന്ത. സത്യത്തിൽ 1 മണിക്കൂർ ഒരു പ്രസംഗം നടത്തണമെങ്കിൽ ആ പാസ്റ്റർ കുറഞ്ഞത് 2 ദിവസം അതിനുവേണ്ടി പരിശ്രമിച്ചാലേ പ്രസംഗിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. താൻ തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയിരിക്കുന്ന പാഠങ്ങൾ, താൻ ഏകദേശം 16 മണിക്കൂർ ജോലി ചെയ്യുന്ന കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനകത്ത് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ കൂടെ ഞാനൊരു പാസ്റ്റർ മകൻ എന്നുള്ള നിലയിൽ ആഡ് ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സഭാ ശുശ്രൂഷകനായിരുന്നിട്ടില്ല, ഞാൻ സഭാ ശുശ്രൂഷകനല്ല. എന്നാൽ എൻ്റെ പിതാവ് സഭാ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ രീതികൾ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം വെളുപ്പിന് 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 6 മണി വരെ പ്രാർത്ഥനാ സമയമാണ്. ഈ 6 മണി വരെയുള്ള പ്രാർത്ഥനകൾ ഞാൻ നിരന്തരം കേട്ടുകൊണ്ടാണ് എൻ്റെ ബാല്യത്തിൽ ജീവിച്ചത്. ഓരോ കുടുംബത്തിനു വേണ്ടിയും, സഭയിലുള്ള ഓരോ കുടുംബത്തിനു വേണ്ടിയും, ആ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും പേര് പറഞ്ഞ് എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും 2 മണിക്കൂർ അദ്ദേഹം പ്രാർത്ഥനയിൽ ചിലവഴിക്കും.
അതിനുശേഷമുള്ള 2 മണിക്കൂർ ദൈവവചന ധ്യാനത്തിനും പഠനത്തിനും വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. ആ വേദപുസ്തകം അനേക അധ്യായങ്ങൾ അദ്ദേഹം വായിക്കുന്നു, നോട്ട് കുറിക്കുന്നു. അങ്ങനെ ഇരുന്ന് ഏകദേശം 2 മണിക്കൂറോളം അദ്ദേഹം ദൈവവചനവുമായിട്ടിരിക്കുന്നത് സ്ഥിരമായ കാഴ്ചയായിരുന്നു. പിന്നീട് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം പിന്നീട് വീടുകൾ സന്ദർശിക്കുവാൻ പോവുകയാണ്. ആ വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇന്നത്തെ പോലെ വിശ്വാസികളുടെ മാത്രം വീടുകളിലല്ല സന്ദർശനം നടത്തുന്നത്. അദ്ദേഹം പോകുന്ന വഴികളിൽ താല്പര്യമുള്ളവരോട് സുവിശേഷം പറയുന്നു, പല ആളുകളുടെയും വീടുകളിൽ കയറി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രീതി. പിന്നെ പരസ്യയോഗങ്ങൾക്ക് പ്രസംഗിക്കും. ഒരു സഭയാകുമ്പോൾ ആ സഭയിൽ ഒരാഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 പ്രസംഗമെങ്കിലും ഒരു സാധാരണ പാസ്റ്റർ നടത്തേണ്ടി വരും. ഈ 4 പ്രസംഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അനേകം മണിക്കൂർ ആ പാസ്റ്റർ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ തൂമ്പയെടുത്ത് കളിക്കുന്നത് മാത്രമാണ്, അല്ലെ ശാരീരികാധ്വാനം മാത്രമാണ് ഒരാളുടെ ജോലി എന്നുള്ള ഒരു മിഥ്യാധാരണ പലർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പാസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നില്ല എന്നുള്ള ഒരു പൊതുബോധം നമ്മുടെ ഇടയിൽ ഉണ്ടായിപ്പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പ്രസംഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ അനേകം മണിക്കൂറുകൾ അതിനുവേണ്ടി ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു പ്രസംഗം ഉണ്ടാകത്തുള്ളൂ. അത് വലിയ ടെൻഷൻ നൽകുന്ന ഒരു ജോലിയാണ്. അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വലിയ എഫേർട്ടാണ്. അപ്പൊ തൂമ്പയെടുത്ത് കളിക്കുന്നതും അല്ലെങ്കിൽ ശാരീരികാധ്വാനമുള്ള ജോലികൾ ചെയ്യുന്നത് പോലെ തന്നെ ബുദ്ധിപരമായ ജോലികൾ ചെയ്യുന്ന എത്രയോ മേഖലകൾ നമ്മുടെ ഇടയിലുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ അവർ നടത്തുന്ന പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ അധ്യാപകർ നടത്തുന്ന പഠനം, അല്ലെങ്കിൽ മറ്റ് ഏതൊക്കെ മേഖലകളുണ്ട് ആ മേഖലകളിലൊക്കെ ബുദ്ധി ഉപയോഗിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ എത്രയോ ആളുകളുണ്ട്. ശാരീരികാധ്വാനം മാത്രമല്ല ജോലി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തത് അദ്ദേഹം നികുതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം വിശദമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. നമ്മളെല്ലാം GST കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ നൽകുന്ന നികുതിയിൽ നിന്നാണ്. ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. പാസ്റ്റേഴ്സ് ഇൻകം ടാക്സ് കൊടുക്കത്തക്ക നിലയിലുള്ള വരുമാനമുള്ളവർ ഇൻകം ടാക്സ് കൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. മാത്രവുമല്ല അദ്ദേഹം മറ്റു കാര്യം കൂടെ പറയുന്നുണ്ട്. സഭകൾ വസ്തു വാങ്ങുമ്പോൾ വില കുറച്ച് കാണിക്കുവാൻ പാടില്ല എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിശദമായി പറയുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. ദശാംശവുമായി ബന്ധപ്പെട്ട ഈ ടാക്സ് സിസ്റ്റത്തെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ദശാംശം മുഴുവൻ ആലയത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ പല സഭകളിലും വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്. ജനം കൊടുത്ത ദശാംശം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുവാൻ വേണ്ടി അല്ല കൊടുത്തിരിക്കുന്നത്. അത് സുവിശേഷ വേലയ്ക്ക് ഉപയോഗിക്കണം, പ്രയോജനപ്പെടണം. ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുവാനുള്ളതല്ല ദശാംശ തുക. മാത്രവുമല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിലെ പല സഭകളും 200 250 പേർക്ക് ഇരിക്കത്തക്ക നിലയിലുള്ള ഓഡിറ്റോറിയം പണിതിട്ടുണ്ട്. അതൊരു വളരെ അനാവശ്യമായ കാര്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഈ 250 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയത്തിൽ നിങ്ങളാരും നിങ്ങളുടെ മക്കളുടെ വിവാഹം നടത്താറില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ പണം വേസ്റ്റ് ആക്കുന്നത്? ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് ഉപയോഗിക്കേണ്ട പണമാണ് നിങ്ങൾ ഇഷ്ടികയും സിമെന്റുമാക്കി മാറ്റുന്നതെന്ന് വളരെ കൃത്യമായി അദ്ദേഹം സഭാജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു. പാസ്റ്റേഴ്സിനെ ആ കാര്യത്തിൽ അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, വിശ്വാസികളിൽ പലരെയും സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കണം, പാവപ്പെട്ടവനായി ജീവിക്കണം എന്നുള്ള മനോഭാവമുള്ളവരാണ്. അത് തെറ്റായ ഒരു മനോഭാവമാണ്. പാസ്റ്റർ വളരെ നന്നായി നല്ല വീട്ടിൽ താമസിക്കുകയും മാന്യമായി ജീവിക്കുകയും ചെയ്യണം. അതിനുള്ള സാഹചര്യങ്ങൾ സഭ ഒരുക്കി കൊടുക്കണമെന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ദശാംശവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സുദീർഘമായ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞ് തെളിയിക്കുവാൻ ശ്രമിക്കുന്നത്, ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമ ഉപദേശമല്ല, അത് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഭാഗം മാത്രമല്ല, പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി പാലിക്കേണ്ടതാണ്. അത് തെളിയിക്കുവാൻ വേണ്ടി അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ 1-2 പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചില ഭാഗങ്ങളിൽ പഴയ നിയമം കഴിഞ്ഞുപോയി അല്ലെങ്കിൽ ന്യായപ്രമാണം കഴിഞ്ഞുപോയി എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ കോണ്ടക്സ്റ്റുകൾ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് പൗലോസ് അത് പറഞ്ഞു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അതൊന്നും ന്യായപ്രമാണത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു
പ്രസംഗങ്ങളല്ല എന്നും അല്ലെ എഴുത്തുകളല്ല എന്നും ന്യായപ്രമാണത്തെ യേശുവും പൗലോസും എല്ലാം അംഗീകരിച്ചിരുന്നു എന്നും അത് നിവർത്തിപ്പാൻ വേണ്ടിയാണ് യേശു വന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും ന്യായപ്രമാണത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാകുകയില്ല എന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ശബത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഒരു കഴിഞ്ഞുപോയി എന്ന് പറയുവാൻ പറ്റുന്ന ഒരു കാര്യം. എന്നാൽ അതിനും അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ശബത്ത് എന്ന് പറയുന്നത് സ്വസ്ഥമായിരിക്കുവാനുള്ള ഒരു ദിവസം എന്നുള്ളതിനേക്കാൾ അത് ഒന്നാമത്തെ ഉത്സവമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം. അതായത് താൻ 6 ദിവസം തനിക്ക് അധ്വാനിക്കുവാൻ നൽകിയ ദൈവത്തെ ആരാധിക്കുവാനുള്ള, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള സമയമാണ്. മറ്റ് ജോലികൾ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള സമയമാണ്. അത് അന്ന് ശനിയാഴ്ച ആയിരുന്നെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയിരിക്കുന്നു. ദൈവസന്നിധിയിൽ വന്നിരിക്കുവാനുള്ള സമയമാണ് ഞായറാഴ്ച എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം തെളിയിച്ച് സംസാരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദശാംശം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ നമ്മൾ ആദ്യമായി കാണുന്നത് അബ്രഹാം ദശാംശം കൊടുത്തു എന്നുള്ളതാണ്. അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ ഓർക്കുക, അബ്രഹാം ന്യായപ്രമാണ കാലഘട്ടത്തിലുള്ള വ്യക്തിയല്ല, അതിനു മുൻപ് ജീവിച്ച ആളാണ്. യാക്കോബ് തനിക്ക് ലഭിക്കുന്ന സകലത്തിലും 10% കൊടുക്കാമെന്ന് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കുന്നു. അതും ന്യായപ്രമാണത്തിന് മുമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിലെ ഒരു നിയമമല്ല ദശാംശം, ന്യായപ്രമാണത്തിന്റെ ഭാഗം മാത്രമല്ല, അത് ദൈവത്തിന്റെ ഒരു നിത്യ നിയമമാണെന്നും അതിനാൽ അത് പുതിയ നിയമസഭ അതുപോലെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണെന്നും കൃത്യമായി ദശാംശം കൊടുക്കുന്നത് സഭാജനങ്ങൾക്ക് അനുഗ്രഹമാകുമെന്നും അദ്ദേഹം വളരെ കൃത്യമായി തൻ്റെ സഭാജനങ്ങളോട് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പാസ്റ്റർ ടി ജെ സാമുവലിന്റെ ആശയങ്ങളോട് വിയോജിപ്പുകൾ ഉള്ളവരുണ്ടാകാം. എന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമായി കേൾക്കുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുവാൻ പറ്റുന്നവർ ആ നിലയിൽ അതിന് തയ്യാറാകുക. ആർക്കെങ്കിലും അങ്ങനെ ടി ജെ സാമുവലിന്റെ വാദങ്ങളെ ഖണ്ഡിച്ച് ഒരു പ്രഭാഷണം നടത്തുവാനോ അതിനെ പഠിപ്പിക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് അതിന് അവസരമൊരുക്കാം. ആരെങ്കിലും വേദപുസ്തക അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഖണ്ഡിച്ച് സംസാരിക്കുവാൻ വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ അതിന് പ്ലാറ്റ്ഫോം ഒരുക്കുവാൻ തയ്യാറാണ്. നിങ്ങളെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊണ്ട് യാത്രക്കിടയിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും.